നോമ്പ് സീസൺ ആയതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കാണ് ഗൈസ്. ഇപ്പോൾ ഞാൻ ഒരു 3-4 ജംഗ്ഷനിൽ നമുക്ക് തിരക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിന്ന് 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 മതിയായി, ഓർഡർ ഡിലേ ആവുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഡിലേ പ്രോബ്ലം വരുന്നുണ്ട്. ഇപ്പം ഞാൻ പോകുന്നത് കോഴിക്കോട് സിറ്റിക്കകത്തൂടെയാണ്, കോഴിക്കോട് ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത്. ഭയങ്കര ബ്ലോക്ക്. ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് ഫ്ലാറ്റ് പേ 25 റുപ്പീസാണ് കിട്ടിക്കൊണ്ടിരുന്നത് എന്നുള്ളത്. ആക്ച്വലി ഫ്ലാറ്റ് പേയിൽ തന്നെ സർജ് ബോണസും കൂടെ ആഡ് ആവേണ്ടതായിരുന്നു. പക്ഷേ മേ ബി എനിക്ക് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഒരു 11:50 വരെ എനിക്ക് സർജ് ബോണസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 11:50 തൊട്ട് 25 രൂപയും 12 മണി തൊട്ട് 35 രൂപയും കിട്ടിയിട്ടുണ്ടായിരുന്നു. 35 രൂപ പക്ഷേ ഒരു 3 മണി വരെ, 4 മണി വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പോൾ കറൻ്റ്ലി ഒരു 25 റുപ്പീസ് തന്നെയാണ് ഇപ്പോൾ നിലവിൽ എനിക്ക് സർജ് ബോണസ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്കൊരു ഓർഡറിന് 25 + 35 60 രൂപ, 35 സർജ് ബോണസ് ഉണ്ടായ സമയത്ത് 60 രൂപയും, അതുപോലെ തന്നെ 25 സർജ് ബോണസ് ഉണ്ടായ സമയത്ത് ഇപ്പോൾ കറൻ്റ്ലി 50 രൂപ ഓരോ ഓർഡറിനും കിട്ടുന്നുണ്ട്. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഒരു ഡെയിലി ഇൻസെൻറ്റീവിനെക്കാട്ടും നല്ലത് ഈ ഫ്ലാറ്റ് പേ തന്നെയാണ്. കാരണം എല്ലാ ഓർഡറിനും ചെറുതായാലും വലുതായാലും നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടും. ഇത് 60-70 രൂപയുടെ അടുത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. 60 രൂപ ഇപ്പോൾ ഇന്ന് എനിക്ക് നിലവിൽ കിട്ടിയത്. ഇന്നലെയൊക്കെ ചോദിച്ച് നോക്കിയ സമയത്ത് 75 രൂപയാണ് പെർ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് 2 കിലോമീറ്റർ ആണെങ്കിലും 10 കിലോമീറ്റർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. സോ അത് അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫണ്ടാവുകയും അതുപോലെ തന്നെ എന്താ പറയുക, പെട്ടെന്ന് വർക്ക് തീരുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഇപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇപ്പം 1000 രൂപ എനിക്ക് അടിച്ചു കഴിഞ്ഞു. ഈ സർജ് ബോണസ് എനിക്ക് രാവിലെ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ കറൻലി ഏണിങ്സ് എന്ന് പറയുന്നത് 1000-നും 1300-നൊക്കെ ഇടയിൽ വന്നേനെ. പക്ഷേ രാവിലെ സർജ് ബോണസ് കിട്ടിയില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് ഓടുകയാണെന്നുണ്ടെങ്കിൽ പഴയ പേ ഔട്ട്, നമ്മുടെ ഡെയിലി ഇൻസെൻറ്റീവ് ആയിട്ടുള്ള പേ ഔട്ടിലേക്ക് തന്നെ കൺവേർട്ട് ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതും എനിക്കിപ്പോൾ തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുത്തിട്ട് വന്നാലോ എന്ന്. കാരണം ഫ്ലാറ്റ് പേ ആണ് കുറച്ചും കൂടെ ബെറ്റർ.